എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കുംഭമേളയുടെ അപകടത്തിന് കാരണക്കാർ എന്ന് സംശയിക്കുന്ന 16,000 പേരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയി. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആ അപകടം നടന്ന സമയത്ത് കുറേ ആൾക്കാർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഉത്തർപ്രദേശ് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് തുടക്കത്തിൽ തന്നെ ഇതൊരു ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്ത ഒരു മാൻമെയ്ഡ് അപകടം ആണ്, ഒരു മാൻമെയ്ഡ് സ്റ്റാമ്പേഡ് ആണെന്ന് ശരിക്കും അറിയായിരുന്നു യോഗിയുടെ പോലീസിനെയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അപ്പോൾ ആ അന്വേഷണത്തിന് ഉത്തർപ്രദേശ് പോലീസിന് മനസ്സിലായ കാര്യം എന്ന് പറയുക, ആദ്യം അവർ അന്വേഷണം കേന്ദ്രീകരിച്ചത് ആ സമയത്ത് അന്ന് അപകടം നടന്ന ആ ദിവസം പങ്കെടുത്ത ആൾക്കാരുടെ ഫുൾ ഫോൺ നമ്പർ, ടവർ ലൊക്കേഷൻ എല്ലാം പരിശോധിച്ചു. ആരൊക്കെ ആ ടവർ ലൊക്കേഷനിൽ വന്നു, ആരൊക്കെ സ്വിച്ച് ഓൺ ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്തു എന്നൊക്കെ പരിശോധിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഉത്തർപ്രദേശ് പോലീസിന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16,000 പേരുടെ ഫോണുകൾ, അതായത് അപകടം നടന്ന അരമണിക്കൂറിന് ശേഷം 16,000 പേരുടെ ഫോണുകൾ സ്വിച്ച് ഓഫായി. അത് നിർണായകമായൊരു കണ്ടെത്തലാണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നപ്പോഴുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ, അതായത് ഇതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്തു. ഈ 16,000 പേരുകൾ സ്വിച്ച് ഓഫ് ചെയ്തതിൻ്റെ കൂടെ 16,000 പുതിയ നമ്പറുകൾ സ്വിച്ച് ഓൺ ചെയ്തു. അതാണ് ഉത്തർപ്രദേശ് പോലീസിന് ഇപ്പോൾ സംശയിക്കുന്നത്. ഇത് ശരിക്കും ഉത്തർപ്രദേശ് പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അപകടം കുംഭമേളയുണ്ടായ ഏകദേശം 30ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ അപകടം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് ശരിക്കും ഇപ്പോഴും അതിൽ സംശയമുണ്ട്. ഇപ്പോഴും ഇൻറ്റൻഷനലി മാൻമെയ്ഡ് സ്റ്റാമ്പേഡ് ആണെന്നുള്ള കാര്യത്തിൽ അവർ വിശ്വസിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സെറ്റപ്പായിരുന്നു, ഹൈലി എഫിഷ്യൻ്റ് ആൾക്കാരോട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത്രയും ഭയങ്കര ഫങ്ഷണൽ ആയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. എന്നിട്ട് ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ഈ ഒരു അപകടം ഉണ്ടായതിൽ ഉത്തർപ്രദേശ് പോലീസ് സംശയിക്കുന്ന 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പുലർച്ചെ 1 മണിയോടുകൂടി അവിടുത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് പോയി എല്ലാവരും കുളിച്ചോ, അത് പുലർച്ചെ 1:30 നോക്കണം കേട്ടോ, 1:30 പുലർച്ചെ 1:30 ആ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യുകയാണ്, നിങ്ങൾ പെട്ടെന്ന് പോയി ഈ സംഘം കെട്ടിൽ പോയിട്ട് കുളിച്ചോ, പെട്ടെന്ന് കുളിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുളിക്കാൻ അവസരം കിട്ടില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും പാനിക്കാക്കി. അപ്പോൾ അവിടെ റോഡ് സൈഡിലും അവിടെ ടെൻറ്റിലൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരെല്ലാം കൂട്ടത്തോട് ഒരുമിച്ച് വന്നു. അപ്പോൾ അവിടെ പോലീസുകാരൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ, നിങ്ങൾ പെട്ടെന്ന് പോയി കുളിച്ചില്ലെങ്കിൽ അവിടെ സ്റ്റാമ്പേഡ് ഉണ്ടാവും, അവിടെ അപകടം ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം അനൗൺസ് ചെയ്തു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ മനസ്സിലായി ഇവിടെ സ്റ്റാമ്പേഡ് ഉണ്ടാവുന്നു? അത് ഏറ്റവും വലിയ ഒരു സംശയം ഉത്തർപ്രദേശ് പോലീസ് സംശയിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തായാലും ചോദ്യം ചെയ്തു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ കോളും അദ്ദേഹത്തിൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ഇതും എല്ലാം പരിശോധിച്ച് വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും ഈ പുലർച്ചെ 1 മണി 1:30 മണി എന്നൊക്കെ പറഞ്ഞാൽ ഈ നദികളൊക്കെ ഉറങ്ങുന്ന സമയമാണ്. ശരിക്കും നദികൾ ആക്റ്റീവ് ആവുന്ന എപ്പോഴാണെന്നാണോ? ഈ ബ്രാഹ്മമുഹൂർത്തത്തിലാണ്. 3:30 ശേഷമാണ് ഈ നദികൾ കുളിക്കാൻ പറ്റുമോ? അപ്പോൾ അത്ര വരെ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെ പാനിക്കാക്കി, അവിടെ വന്ന ഭക്തജനങ്ങളെ പാനിക്കാക്കി. അതായത് 1:30 അനൗൺസ് ചെയ്തിട്ട് പറയുകയാണ് നിങ്ങൾ പെട്ടെന്ന് പോയി കുളിച്ചോ ഇല്ലെങ്കിൽ സ്റ്റാമ്പേഡ് ഉണ്ടാവും. അത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട സംശയം. രണ്ടാമത്തെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തർപ്രദേശ് പോലീസ് സൈബർ പോലീസ് അന്വേഷിച്ചപ്പോൾ, അതായത് ആദ്യം അവർ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ്, ആരൊക്കെയാണ് ഈ ഫോൺ കേന്ദ്രീകരിച്ച് ആരെങ്കിലും സ്വിച്ച് ഓൺ ചെയ്തോ സ്വിച്ച് ഓഫ് ചെയ്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ അന്വേഷണം നടന്നത്. ആലോചിച്ചൊക്കെ ഉത്തർപ്രദേശ് പോലീസ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യൻ്റായ പോലീസാണ്. കേരള പോലീസും നല്ല എഫിഷ്യൻ്റായ പോലീസാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ കഴുത്തിന് ചങ്ങലയിട്ടത് കാരണം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കേരള പോലീസും നല്ല എഫിഷ്യൻ്റായ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുകയാണ്. ഏത് കുറ്റവാളി എന്ത് കുറ്റം ചെയ്ത് എവിടെയുള്ള ഏത് മാളത്തിൽ വിളിച്ചാലും അവനെ തീർത്തിരിക്കും, ഇല്ലെങ്കിൽ ജീവനോടെ പിടിച്ചിരിക്കും. ആ ഒരു സെറ്റപ്പാണ്. യോഗി അതിനുള്ള നിർദ്ദേശം, അതിനുള്ള സ്വാതന്ത്ര്യം ഉത്തർപ്രദേശ് പോലീസിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ കേന്ദ്രീകരിച്ച് ആദ്യം തന്നെ അവർ സൈബർ ടീമിന് പോയി അവരുടെ ആ തോട്ട് ഉണ്ടല്ലേ, ആരൊക്കെ ഫോൺ ഓഫ് ചെയ്തു, ആരൊക്കെ ഫോൺ ഓൺ ചെയ്തു, അതാണ് അവർ ആദ്യം അന്വേഷിച്ചത്. അവർ ആ ഒരു അവർ ലോജിക്കുണ്ടോ? ഒരു രക്ഷയിലാട്ടോ. അതിൽ തന്നെ അവർക്ക് മനസ്സിലായി 16,000 ഫോണുകൾ സ്വിച്ച് ഓഫ് ആയി. ഏകദേശം 10-12,000 പുതിയ നമ്പർ സ്വിച്ച് ഓൺ ചെയ്തു ആ ടവർ ലൊക്കേഷനിൽ. അതിന് ഏറ്റവും വലിയ ഇതിൻ്റെ കുംഭമേള ഒരു അട്ടിമറിയായിരുന്നു. അത് കുംഭമേളയിൽ നിന്ന അപകടം ഒരു അട്ടിമറിയായിരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചില മാധ്യമങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ലോക്കൽ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 16,000 പേരുകളിൽ ഏകദേശം 10-40 മലയാളികൾ ഉണ്ട് എന്നാണ്. അങ്ങനെ വരുവാണെങ്കിൽ അവർ എവിടെ പോയി ഒളിച്ചാലും, അതായത് ആ ഫോൺ നമ്പറൊക്കെ അന്വേഷിച്ച് അവരുടെ ടവർ ലൊക്കേഷൻ അന്വേഷിച്ച് അവന്മാരെ പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ അപകടം ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും ശിക്ഷിക്കുന്ന ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ എല്ലാവർക്കും തക്കതായ ശിക്ഷ കൊടുക്കുന്ന യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ CPM-ൻ്റെ രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, ചൈനയ്ക്ക് AI ഉണ്ടാക്കി കളിക്കുമ്പോൾ ഇവിടെ കുംഭമേള നടത്തി ആസ്വദിക്കുന്നു മോദിയും BJP-യും. അവിടെ ഇത് ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ മച്ചാനുണ്ടല്ലോ, അതായത് സ്വന്തം മകളെ കല്യാണം നടത്തി എങ്ങനെയാണെന്നറിയോ? അതായത് ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അതായത് കണ്ണൂരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് ജാതകം നോക്കിയിട്ട് പള്ളിയിൽ വെച്ച് കല്യാണം നടത്തി. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് ഈ കുംഭമേളയെക്കുറിച്ച് അപമാനിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം തന്നെ യോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര് കുംഭമേള അപമാനിച്ചു കഴിഞ്ഞാലും അവിടെ ഉത്തർപ്രദേശ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഉത്തർപ്രദേശ് പോലീസ് കേസ് എടുക്കുമെന്ന് യോഗി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതായത് ജോൺ ബ്രിട്ടാസ്
ബുട്ടാസിനെതിരെ യോഗി ആക്ഷൻ എടുക്കണമെന്നാണ് എൻ്റെ ഒരു വലിയേറിയ അഭിപ്രായം. ആരെങ്കിലും പോയി ഈ വാർത്ത കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തർപ്രദേശ് ഉണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. അവിടെ കുംഭമേള അപമാനിച്ചു, ജോൺ ബുട്ടാസ് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യാം. അതായത് സ്വന്തം ആചാരപ്രകാരം എല്ലാ കാര്യങ്ങളും, അതായത് ജാതകം നോക്കിയിട്ട് വരെ പള്ളിയിൽ അച്ഛനെ കൊണ്ട് അവിടെ കൈമുത്തിയിട്ട് കല്യാണം നടത്തുന്ന ടീമാണ്. അവരാണ് ഹിന്ദു മതത്തിൻ്റെ ഇതിനെ അപമാനിക്കാൻ നടക്കുന്നത്. ഈ കള്ള കമ്മിക്കൂട്ടങ്ങളുണ്ടല്ലോ, ഒരു കാരണവശാലും ഇവന്മാരെ ഇവിടെ വെച്ച് ഉറപ്പിച്ചുകൂടാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഉത്തർപ്രദേശ് പോലീസിൻ്റെ അവിടെ പോയിട്ട് കേസ് ഫയൽ ചെയ്യാം, ഇവനെതിരെ ആക്ഷൻ എടുക്കും. അപ്പോൾ എന്ത് ചെയ്യാനാലും ഈ 10-40 മലയാളികൾ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിലുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഉണ്ടെങ്കിൽ അവന്മാരെ കേരളത്തിലെ ഏത് മാളത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് പോലീസ് വന്ന് പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല മക്കളെ. എഴുതി വെച്ചോ, നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ യോഗി പൊക്കിയിരിക്കും. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇവിടുന്ന് കുറേ കമ്മികളുണ്ടല്ലോ, ഈ കമ്മികളൊക്കെ അവിടെ ചെന്നിട്ടുണ്ടാവും, അതായത് എന്തെങ്കിലും അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജോൺ ബുട്ടാസിൻ്റെ ആ സംസാരത്തിൽ തന്നെ മനസ്സിലായില്ലേ, അത് 10-30 പേര് മരിച്ചുപോയി. അതായത് അത്രേ ആയുള്ളൂ, ഒരു 30,000 പേരെങ്കിലും മരിക്കേണ്ടേ എന്നുള്ള സെറ്റപ്പിലാണ് പുള്ളി ആ ഒരു ടോൺ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് അങ്ങനെയാണ് കുംഭമേള മൊത്തം നിർത്തിയേക്കാലോ. യോഗിയെ അടിക്കാൻ ഒരു വടി കിട്ടി എന്നുള്ള രീതിയിലാണ് അവന്മാർ കാണുന്നത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അത് അത്തരത്തിലല്ല കാണുന്നത്. അതിനെന്താ പറയണ്ടേ, ജനങ്ങൾ സർക്കാരിനൊപ്പമാണ്, യോഗിക്കൊപ്പമാണ്. അത്രയുമുള്ള സെറ്റപ്പ് ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവിടുത്തെ ആൾക്കാരുടെ ആഗ്രഹം. അവിടുത്തെ സന്യാസിമാരും പോലും പറയുന്നത് അത്രയും നല്ല സെറ്റപ്പിനാണ് ചെയ്തത്. അപ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നാണ്. നേരത്തെ പറഞ്ഞ മാതിരി അപകടം ഉണ്ടായ ഉടനെ തന്നെ കുറച്ച് യുവാക്കൾ ആ ബാരിക്കേഡിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാർ ബാരിക്കേഡ് പിടിച്ച് വലിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ക്ലാരിറ്റി ഇല്ല അതിനകത്ത്. എന്താ പറയുക, ചിലപ്പോൾ ഉത്തർപ്രദേശ് പോലീസിൻ്റെ കയ്യിൽ കാണുമായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ. എന്ത് തന്നെയായാലും ഇപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 26-നാണ് കുംഭമേള അവസാനിക്കുക. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇവന്മാരെ പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഉത്തർപ്രദേശ് പോലീസ് ആക്റ്റീവായിട്ട് എല്ലാം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ബംഗാൾ, കേരളമൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ 40 ആൾക്കാരുടെ ഫോൺ ഈ 16,000 പേര് സ്വിച്ച് ഓഫ് ചെയ്തതിലുണ്ട്. അപ്പോൾ ഇവന്മാർ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇൻ കേസ് പറയാൻ കഴിയില്ല കേട്ടോ, ഇത് കേരള ബേസ്ഡ് സിം ആണെങ്കിൽ പോലും ഇവിടുന്ന് പറയാൻ കഴിയില്ല. പല സുഡാപ്പികൾ, ബംഗ്ലാദേശി സുഡാപ്പികളാണോ ഇത് ചെയ്തതെന്നും പറയാൻ കഴിയില്ല. എന്തിനാലും ഇത് അന്വേഷണ പരിധിയിൽ ഉള്ളതാണ്. അപ്പോൾ കൂടുതൽ ഈ 16,000 പേരിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത 16,000 പേരിൽ കൂടുതൽ ആൾക്കാരും ഈ ബംഗാളിൽ നിന്നുള്ളവരാണ്. എനിക്ക് മിക്കവാറും എൻ്റെ സംശയം പോകുന്നത് ചിലപ്പം ബംഗ്ലാദേശികളായിരിക്കും. ഈ കേരളത്തിൽ തന്നെ 2 ലക്ഷത്തോളം ബംഗ്ലാദേശികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവന്മാരാണ് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇവന്മാർക്ക് വേണ്ടി എല്ലാ സെറ്റപ്പുകളും ചെയ്തു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവർക്ക് ആധാർ കാർഡ്, റേഷൻ കാർഡ്, എന്നിട്ട് അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. കേരളത്തിലെ ഈ 2 ലക്ഷം ബംഗ്ലാദേശികളുണ്ട്, ഇവർ ഈ ഇതിനകത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ CPM. അങ്ങനെ 2026 നടക്കുന്ന ഇലക്ഷൻ വീണ്ടും അധികാരത്തിൽ വരാൻ അവർ കോപ്പ് കൂട്ടുകയാണ്. എന്തെന്നാലും ഇവന്മാർ എവിടെ വിളിച്ചാലും, കേരളത്തിൽ എവിടെ വിളിച്ചാലും, ഏത് പാർട്ടിക്കാർ ഒളിപ്പിച്ചു കഴിഞ്ഞാലും ഒളിപ്പിക്കാൻ പോകുന്നത് ഈ CPM-ഉം കമ്മികളും കൊങ്ങികളും തന്നെ ആയിരിക്കും. അപ്പോൾ ഇവന്മാർ എവിടെ ഒളിപ്പിച്ചു കഴിഞ്ഞാലും യോഗി പൊക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസിനും യോഗി ആദിത്യനാഥ്. അതായത് ഫുൾ ഫ്രീഡം, നിങ്ങൾക്ക് എന്ത് ആക്ഷൻ എടുക്കാം, നിങ്ങൾക്ക് മനസാക്ഷിക്ക് നിരക്കുന്ന ഏത് ഇതും ആക്ഷൻ എടുക്കാമെന്നാണ്. അതായത് ഒരു വിട്ടുവീഴ്ചയും വേണ്ട, അതിക്രൂരമായിട്ട് തന്നെ എന്താ പറയുക ഡീൽ ചെയ്യണമെന്നുള്ള ഒരു മെസ്സേജ് ഉത്തർപ്രദേശ് പോലീസിന് യോഗി ആദിത്യനാഥ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിരുന്നു. അതായത് അത്രയും സെക്യൂരിറ്റി ഇൻസ്റ്റാളേഷൻ നടത്തുക, അത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടും ഇവന്മാർ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഭയങ്കര ഗൂഢാലോചന ഉണ്ട് തന്നെയാണ് ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത്. സംശയം നീളുന്നത് മലയാളികളെക്കടക്കമാണ്. ഈ 40 എണ്ണം കേരളത്തിൽ എവിടെയോ വന്നിട്ടുണ്ട്. അവന്മാരെ പൊക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തിനാലും നമുക്ക് കാത്തിരിക്കാം. ഈ ഉത്തർപ്രദേശ് പോലീസ് കുംഭമേള കലക്കിയ അവന്മാരൊക്കെ കുംഭമേള കഴിയുന്നതിന് മുമ്പിന്, അതായത് ഫെബ്രുവരി 26-ന് മുന്നേ തന്നെ ഇവന്മാരെ പുറത്ത് കൊണ്ടുവരണം, മാധ്യമങ്ങൾ കാണിച്ചു കൊടുക്കണം, ലോകത്തിന് കാണിച്ചു കൊടുക്കണം ഇവന്മാരാണ് ഇത് ചെയ്തേ എന്നതിൽ. വരും ദിവസങ്ങളിലെ യോഗി ആദിത്യനാഥ് ഇവന്മാരെ പുറത്തുകൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിൽ മലയാളികൾ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.